എന്നാണ് പിതൃകർമ്മം ചെയ്യേണ്ടത്? എന്നാണ് ഈ കർക്കിടക മാസത്തിൽ എന്നാണ് പിതൃകർമ്മത്തിന് യോജിച്ച സമയം? മാന്യപ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളികളെ സംബന്ധിച്ച് കർക്കിടക മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമായണ മന്ത്രശീലികൾ ഉണരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആയുർവേദ സുഖചികിത്സകളൊക്കെ നടത്തുന്ന ഒരു സമയമാണ്. അതിനേക്കാൾ ഉപരി കർക്കിടക മാസത്തിലെ അമാവാസി പിതൃക്കൾക്ക് പുണ്യകരമായിട്ടുള്ള പ്രീതികരമായ ശ്രാദ്ധം അഥവാ ബലികർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ കർത്തവാവ് അഥവാ അമാവാസി നാൾക്ക് ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളെ സ്വീകരിക്കാനായി, അവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ പുണ്യ നദീതീരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ഒക്കെ ഒരുങ്ങാറുണ്ട്. പല ആളുകളും ഇതുപോലെയുള്ള പുണ്യ സങ്കേതങ്ങളിലാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. പലരും ക്ഷേത്രങ്ങളിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആളുകളും, എല്ലാ ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഈ ഒരു ദിവസം ഒത്തുകൂടി തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുണ്യകരമായിട്ടുള്ള കർമ്മമായ ബലി ഊട്ടുന്ന ഒരു ദിവസം കൂടെയാണ്. പക്ഷേ ഈ ഒരു ദിവസത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ മറ്റു കാര്യങ്ങളിലും ജ്യോതിഷികളായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ദിവസങ്ങളുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് എന്നാണ് കൃത്യമായിട്ട് ഈ ബലികർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഇങ്ങനെ എന്നാണ് ഈ ബലികർമ്മം ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നത്. ഈ ഒരു കാര്യത്തിലും പലർക്കും വൈവിധ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എന്നാലും ജ്യോതിശാസ്ത്രപരമായിട്ട് ചെയ്യേണ്ട ഒരു ദിവസം എന്താണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് 3-ാം തീയതി അല്ല 4-ാം തീയതിയാണ് ബലികർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതമായും ഉത്തമമായിട്ടുള്ള സമയം എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലരും വീത് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളോടുകൂടിയുള്ള പലഹാരങ്ങളും മറ്റുമൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കുന്ന ദിവസമുണ്ട്. അത് പലപ്പോഴും ഈ വാവിന് തലേ ദിവസമാണ് അത് ചെയ്യാറുള്ളത്. അതായത് രാത്രിയാണ് ചെയ്യുന്നത്, പലപ്പോഴും സന്ധ്യയ്ക്ക് ശേഷം. അതിന് ഏറ്റവും ഉചിതമായ സമയം 3-ാം തീയതിയാണ്. 3-ാം തീയതി രാത്രിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ഒരുക്കി അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കുന്ന ദിവസം 3-ാം തീയതി രാത്രിയാണ്. അതായത് 3-ാം തീയതി 3:50 കർത്തവാവ് ആരംഭിക്കുകയാണ്. വാവ് ഉണ്ട് ആ 3-ാം തീയതി 3:50 ശേഷം. അതുകൊണ്ട് തന്നെ 3-ാം തീയതി രാത്രിയിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുകയും പിതൃക്കൾക്ക് അല്ലെങ്കിൽ കാരണവന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിഭവസമൃദ്ധമായ സന്ധിയും മറ്റോ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ അന്ന് 3:50 ഈ അമാവാസി ആരംഭിക്കുന്നത്. സാധാരണ നമ്മൾ ബലികർമ്മം ചെയ്യുന്നത് രാവിലെയാണ്. അതുകൊണ്ട് 3-ാം തീയതി രാവിലെ നമ്മൾ, അത് ചതുർദശിയാണ്, അന്ന് ബലികർമ്മം ചെയ്താൽ അന്ന് വാവ് എന്ന് പറയുന്ന അമാവാസി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-ാം തീയതിയാണ് 3-ാം തീയതിക്ക് ശേഷം 4-ാം തീയതിയാണ് രാവിലെയും വാവുണ്ട്. അതായത് അന്ന് 2:42 വരെ 62 നാഴിക 9 വിനാഴിക വരെയുള്ള സമയത്ത് ആണ് ഈ വാവ് നിൽക്കുന്നത്. അതായത് തലേ ദിവസം 3-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് 3:50 തുടങ്ങി 4-ാം തീയതി വൈകുന്നേരം 4:42 വരെയുള്ള സമയത്താണ് വാവ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബലികർമ്മം ചെയ്യാൻ, സാധാരണ നമ്മൾ ശുഭകരമായി ഈ ബലികർമ്മം ചെയ്യുന്നത് അതിരാവിലെ തന്നെയാണ്. അപ്പോൾ അതിരാവിലെ ചെയ്യണമെങ്കിൽ, വാവിന് ബലികർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ 4-ാം തീയതി ആ പ്രഭാതത്തിൽ തന്നെയാണ് ഈ വാവിന് ബലികർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ വാവ് ബലി ഊട്ടാൻ ഏറ്റവും ഉചിതമായ സമയം. എന്നാൽ നമ്മൾ തലേദിവസം വീത് കർമ്മങ്ങൾ പോലെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അത് 3-ാം തീയതി രാത്രിയുമാണ് ചെയ്യേണ്ടത്. അതിൽ കുറിച്ചിട്ട് യാതൊരുവിധ സംശയങ്ങളുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. 3-ാം തീയതിയാണ് വാവ് എന്ന് പറയുന്നു. പക്ഷെ 3-ാം തീയതി വാവ് രാവിലെ ഇല്ല. അതുകൊണ്ട് 3-ാം തീയതി രാവിലെ ബലികർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉചിതമല്ല. അന്ന് ചതുർദശിയാണ്. വാവ് ആരംഭിക്കുന്നത് 3 മണി 3-ാം തീയതിയാണ്. 3-ാം തീയതി 3:50 ശേഷമാണ്. അതുകൊണ്ട് അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാം, വീത് കർമ്മങ്ങൾ ചെയ്യാം. 4-ാം തീയതി രാവിലെ തൊട്ട്
നിങ്ങൾക്ക് ഏകദേശം 2:52 വരെയുള്ള സമയങ്ങളിൽ വാവുണ്ട്. ആ സമയത്താണ് ബലികർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ.